ഇല രൂപത്തിൽ ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനമാണ് വെറ്റില. ഇംഗ്ലീഷിൽ ബെറ്റൽ ലീഫ് എന്ന് അറിയപ്പെടുന്നു. അതിപുരാതന കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണിത്. പൈപ്പറേസി കുടുംബത്തിൽപ്പെട്ട ഇത് ഔഷധമൂല്യമുള്ള ഒരു വള്ളിച്ചെടിയും കൂടിയാണിത്. വെറ്റിലയുടെ ഇല മുറുക്കാൻ, പാൻ എന്നിവയിൽ ചേർത്ത് ഉപയോഗിക്കുന്നു. വെറ്റില ഇനങ്ങൾ പലതരത്തിലുണ്ട്. ഈ ചെടിയുടെ ജന്മദേശം മലയായും സിംഗപ്പൂരുമാണെന്ന് പറയപ്പെടുന്നു. ഇന്ത്യയിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ചതുപ്പ് പ്രദേശങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. കേരളത്തിൽ ഉൾനാടൻ പ്രദേശങ്ങളിലാണ് ഇതിൻ്റെ കൃഷി കൂടുതലായി കണ്ടുവരുന്നത്. തുളസി, വെൺമണി, അരിക്കൊടി, കൽക്കൊടി, കരിലാഞ്ചി, കർപ്പൂരം, ചീലാന്തി കർപ്പൂരം, കറ്റക്കൊടി നന്ദൻ, പെരുങ്കൊടി, അമരവെള്ള പ്രമൂട്ടൻ എന്നീ ഇനങ്ങൾ ഉൾപ്പെടുന്നു. തിരൂരാണ് കേരളത്തിലെ വെറ്റില കൃഷിയുടെ ആസ്ഥാനം. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ വെൺമണി എന്ന സ്ഥലത്തും വെറ്റില കൃഷിയുണ്ട്. ഉയർന്ന കരപ്പാടങ്ങളിലും താഴ്ന്ന സ്ഥലങ്ങളിലും ഇത് വളർത്താം. അടയ്ക്കാത്തോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഇടവിളയായാണ് ഇത് സാധാരണ വളർത്താറുള്ളത്. നീർവാർച്ചയും വളക്കൂറുള്ള മണ്ണിൽ വെറ്റില നന്നായി വളരും. ചമ്മൻ പ്രദേശങ്ങളിലും വെറ്റില നന്നായി വളരും. 2 പ്രധാന കൃഷികാലങ്ങളാണ് വെറ്റിലയ്ക്ക് അനുയോജ്യമായത്. മെയ് ജൂണിൽ കൃഷി ഇറക്കുന്ന ഇടവക്കുടിയും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ കൃഷി ഇറക്കുന്ന തുലാക്കുടിയും. എൻ്റെ പേര് ശിവദാസൻ കൊച്ചമ്പള്ളി. പൊട്ടിക്കളിച്ചിട്ട് അത് വളർന്നു വന്നിട്ടാണ് പിന്നെ നമുക്ക് ആദായങ്ങൾ വരിക. ആ ആദായത്തിൽ നിന്നും പിന്നെ നമ്മളതിനെ പ്രോത്സാഹിപ്പിച്ച് നമുക്ക് വരുമാനം കിട്ടുന്ന രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യും. അങ്ങനെയാണ് വെറ്റക്കൊടിയുടെ ഒരു കൃഷിയുടെ സമ്പ്രദായം. അതാണ് ഇതെങ്ങനെയാണ്? ഇതിൻ്റെ തണ്ടാണോ നടുന്നത്, അതോ ഇത് അല്ലാതെ നമ്മൾ കമ്പ്? അദ്ദേഹം തണ്ട് നടും. ആ തണ്ടിൽ നിന്നും ശേഖരങ്ങൾ പൊട്ടിക്കുടിച്ച് മേലെ വരും. അപ്പോൾ ആ മേലെ വരുന്ന തണ്ട് താത്തിറക്കും. താത്തിറക്കപ്പോൾ വളച്ചു വെക്കും. ഇത് നമ്മൾ ഇതിൻ്റെ ഇലവെന്ന് പറയുന്ന വൃക്ഷത്തിൻ്റെ കമ്പാണ് അല്ലേ? അതെ, അതെ. ഇലവിൻ്റെ കുച്ചിയാണ് ഇതിന് ബലം കൊടുക്കുന്നത്. അതിന് കുറുക്ക് നമ്മൾ അതിന് ബലപ്പെട്ട സാധനങ്ങൾ വാങ്ങിച്ച് അത് ബലപ്പെടുത്തുക. ഇത് ഒരു തണ്ട് നട്ട് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ പറ്റും? അതിന് നിർണയമില്ല. നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുമോ അതാണ് എൻ്റെ പ്രായം. ഇതിലിപ്പോൾ നമുക്ക് മാസം നല്ല വരുമാനം കിട്ടുന്ന ഒരു തൊഴിലാണോ, അതോ ഇത് സീസൺ അനുസരിച്ചാണോ വരുമാനം കിട്ടുന്നത്? അല്ല, മാസമല്ല, ആഴ്ചയിൽ നമുക്ക് വീട്ടിൽ വരുമാനം കിട്ടും. ഇതിപ്പോൾ ഇവിടെ എത്ര കൊടിയുണ്ട്? ഇത് ഇപ്പം 4 പാത്തി കൊടിയേ ഉള്ളൂ. 11 പാത്തി കൊടി ഉണ്ടായിരുന്നു. ബാക്കി അപ്പുറത്തെ ഇതൊക്കെ വന്നപ്പോൾ അത് നഷ്ടപ്പെട്ടു. അതൊക്കെ മാറ്റി വെച്ചാൽ ഇപ്പം ഈ 4 പാത്തിയാണ് നിർത്തിയേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസം ഇതിൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ഇപ്പോൾ രാവിലെ വൈകിട്ടും വെള്ളം ഒഴിക്കണം, അതിൻ്റെ ഇല വെട്ടണം. രാവിലെയും വൈകിട്ടും എല്ലാ നാളുകളിലും പിന്നെ വെള്ളം ഒഴിക്കണ്ട. മൂത്ത ഇല വെട്ടിക്കളയണം അല്ലേ? മൂത്തല വെട്ടിക്കളയത്തില്ല. അതെന്താ ചെയ്യുന്നത്? മൂത്തലയാ, അതിനിപ്പുറത്തൂടെ കണ്ണി വന്നിരിക്കുക, കണ്ടോ? അത് കണ്ണി വന്നിരിക്കുകയാണ്. ഈ കണ്ണി വരുന്ന അതെ, കണ്ണി വരുന്നത് തണ്ടല പറിക്കാൻ പാടില്ല. തണ്ടല ഒരിക്കലും പറിക്കാൻ പാടില്ല. തണ്ടലയ്ക്ക് മണ്ടയ്ക്ക് വരം കൊടുക്കുന്നതിനാണ് തണ്ടല നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഇല തണ്ടിന് വരം കൊടുക്കും. ഇപ്പോൾ ഈ കർഷകർക്ക് ഇതിൻ്റെ യഥാർത്ഥ വരുമാനം ലഭിക്കുന്നുണ്ടോ ഇത് വിൽക്കുന്ന സമയത്ത്? കഷ്ടപ്പാടിനനുസരിച്ചുള്ള ഈ കഷ്ടപ്പാടിനനുസരണമായിട്ട് ചിലപ്പോഴൊക്കെ പൈസകളൊക്കെ കിട്ടുമെന്ന് പറയുമ്പം ഈ എല്ലാ സാധനത്തിനും വില കുറവും കൂടിയൊക്കെ ചെയ്യത്തില്ലയോ. അതിനോടൊപ്പം ഇതിൻ്റെയും വില കുറയും, ചിലപ്പോൾ കൂടും. അങ്ങനെ താരതമ്യപ്പെട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഈ ഒരു കൃഷി കാണിച്ചു തന്നതിന് വളരെ നന്ദി. വെറ്റിലയിൽ ജീവകം സി, തയാമിൻ, നിയാസിൻ, റൈബോഫ്ലേവിൻ, കരോട്ടിൻ എന്നിവ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു വേദന സംഹാരിയാണ് വെറ്റില. വെറ്റിലയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. വെറ്റില ദഹനത്തിനും സഹായകമാണ്. ശരീരത്തിൻ്റെ ഉപാപചയ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും വെറ്റില ഉത്തമമാണ്. വിശപ്പ് കൂട്ടാനും വെറ്റില സഹായിക്കുന്നു. ശ്വാസത്തെ റിഫ്രഷ് ആക്കാൻ വെറ്റില സഹായിക്കും.
1 കപ്പ് ചൂടുവെള്ളത്തിൽ 1 തുള്ളി വെറ്റിലയെണ്ണ ചേർത്ത് രാവിലെയും വൈകിട്ടും കവിളിൽ കൊള്ളുന്നത് നല്ലതാണ്. കുറച്ച് വെറ്റിലയിട്ട് തിളപ്പിച്ച വെള്ളവും ഇതിന് ഉപയോഗിക്കാം. വെറ്റില അമിതമായി ചവയ്ക്കുന്നത് രസമുകുളങ്ങൾ നശിക്കാൻ കാരണമാക്കുന്നുണ്ട്. അതുപോലെ മൈഗ്രെയിൻ, മാനസിക പ്രശ്നങ്ങൾ, TB, കുടൽവ്രണം, ചുഴലി രോഗം ഇവയുള്ളവർ വെറ്റില ഉപയോഗിക്കാൻ പാടില്ല എന്നത് ശ്രദ്ധിക്കണം. സുഗന്ധമുള്ള ഈ വെള്ളിച്ചെടിയെ നിങ്ങളുടെ പൂന്തോട്ടത്തിന് അലങ്കാരമാക്കാൻ ഇനി വൈകേണ്ട.